മുതലപ്പുഴയിലെ പ്രശ്നങ്ങൾക്ക് 1.5 വർഷത്തിനകം പരിഹാരമുണ്ടാക്കുമെന്ന് സർക്കാർ നിയമസഭയിൽ. പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിൽ സർക്കാർ സമ്പൂർണ്ണ പരാജയമാണെന്ന് പ്രതിപക്ഷം തിരിച്ചടിച്ചു. മുന്നറിയിപ്പുകൾ അവഗണിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്നതാണ് അപകട കാരണമെന്ന് മന്ത്രി സജി ചെറിയാനും പറഞ്ഞു. കരാർ ലംഘനം നടത്തിയിട്ടും അദാനിക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാരിനും മടിയാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. മുതലപ്പുഴയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന അപകടമരണങ്ങൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ ആവശ്യപ്പെട്ടത്. മുതലപ്പുഴയിൽ ഡ്രഡ്ജിംഗ് അടക്കം നടത്തുന്ന കാര്യത്തിൽ അദാനി ഗ്രൂപ്പ് തയ്യാറായില്ലെങ്കിൽ അതിൽ സർക്കാർ ഇടപെടണമെന്ന് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയ എം വിൽസന്റ് MLA പറഞ്ഞു. സർ, കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കുന്ന ഒരു സർക്കാരിന് ഒരു ഡ്രഡ്ജർ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഇതിനെ പോലെ വളരെ പരിതാപകരമായ ഒരു അവസ്ഥ വേറെയുണ്ടോ സർ? 5 വർഷം കൊണ്ട് മത്സ്യത്തൊഴിലാളികളുടെ കണ്ണുനീർ തുടച്ചു മാറ്റും എന്ന് അങ്ങ് പറഞ്ഞു. സാർ, ഇന്ന് തീരദേശത്ത് നിന്ന് മത്സ്യത്തൊഴിലാളികളെ തുളച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് സാർ. തീരപ്രദേശത്ത് നിന്ന് മത്സ്യത്തൊഴിലാളികളുടെ ജീവനുകൾ തുളച്ചു മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സാർ. മുതലപ്പുഴയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണണമെന്നും മുന്നറിയിപ്പുകൾ മത്സ്യത്തൊഴിലാളികൾ അവഗണിക്കുന്നതാണ് അപകടത്തിന് പ്രധാന കാരണമെന്നും മന്ത്രി സജി ചെറിയാൻ. തുറമുഖം അപകടരഹിതമാക്കാൻ വേണ്ടി 22/8/2028 തീയതിയിൽ നമ്പർ 660/2022 പ്രകാരം പൂനെ CWPRS ചുമതലപ്പെടുത്തി. ഞാനിവിടെ പറഞ്ഞല്ലോ, ഞങ്ങൾ നടത്തിയ യോഗങ്ങൾ, ഉദ്യോഗസ്ഥന്മാർ നടത്തിയ പ്രവർത്തനങ്ങളെല്ലാം ഞാനിവിടെ വിശദീകരിച്ചു. ഇതിന്റെ ഭാഗമായി CWPRS ഉദ്യോഗസ്ഥന്മാർ അവിടെ വരികയും നിരവധി ദിവസം അവിടെ താമസിച്ച് സ്ഥലം സന്ദർശിക്കുകയും കടലിൽ പഠനം നടത്താൻ കഴിയാത്ത കാലാവസ്ഥാ പ്രശ്നം കൊണ്ട് കുറേ ദിവസങ്ങൾ, മാസങ്ങൾ നീണ്ടുപോയി. അതിന്റെ പക്ഷേ മാതൃകാപഠനം നടത്തി ബന്ധപ്പെട്ടവരുമായി എല്ലാം ചർച്ച നടത്തി. 8 വർഷത്തിനിടയിൽ 74 മരണങ്ങളും 700-ൽ പരം അപകടങ്ങളും ഉണ്ടായിട്ടും സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും കുറ്റപ്പെടുത്തി. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ അപ്പന് കടലെടുത്ത് കൊണ്ടുപോയി. 10ാമത്തെ ദിവസം ഏക മകൻ കടലിൽ പോകാൻ തയ്യാറെടുക്കുകയാണ്. എന്താ കാര്യം? ഇല്ലെങ്കിൽ വീട് പട്ടിണിയാവും. സർ, തീരപ്രദേശത്ത് ഭയങ്കര ഐശ്വര്യവും സമൃദ്ധിയൊന്നും അല്ല എന്ന് അങ്ങേക്കറിയാം. ഇത്രമാത്രം തീരപ്രദേശം പല കാരണങ്ങൾ കൊണ്ട്, കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടും മത്സ്യ ലഭ്യത ഇല്ലാത്തത് കൊണ്ടും, അതുപോലെ നിരന്തരമായ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ. സർ, പോകരുതെന്ന്, കടലിൽ പോകരുതെന്ന് പറയാണ്. നിരന്തരമായ മുന്നറിയിപ്പാണ്. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി സ്പീക്കർ നിഷേധിച്ചു. ഇതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. ജനം, തിരുവനന്തപുരം.